എല്ലാ ദിവസവും 100 തവണ ചൊല്ലേണ്ടുന്ന ചില ദിക്റുകൾ അത് പരിചയപ്പെടുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും 100 തവണ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രോത്സാഹനം നൽകിയിട്ടുള്ള ചില ദിക്റുകളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറത്തിൻ. ആരെങ്കിലും ഒരു ദിവസം 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവനു പങ്കുകാരില്ല, ലഹുൽ മുൽക്കു അവനാകുന്നു ആധിപത്യം, വലഹുൽ ഹംദു സർവസ്തുതിയും അവനാണ്, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് ആരെങ്കിലും ഫീ യൗമിൻ മിഅത മറത്തിൻ ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ, കാനത് ലഹു ആദ്ല 10 റിഖാബിൻ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അതിനുണ്ട്. വകുതിബത് ലഹു 100 ഹസന 100 നന്മകൾ പ്രത്യേകം രേഖപ്പെടുത്തും. വമുഹിയത് അൻഹു 100 സയ്യിഅ 100 പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും. വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസി അന്നേ ദിവസം വൈകുന്നേരം വരെ പിശാചിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം നൽകുകയും ചെയ്യും. വലം യഅതി അഹദുൻ ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി ഖിയാമത്ത് നാളിൽ ഈ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലവുമായി മറ്റാരും വരികയില്ല. ഇല്ല അഹദുൻ അമില അക്സറ മിൻ ദാലിക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്ത വ്യക്തികളല്ലാതെ. അപ്പോൾ ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു ദിവസം 100 തവണ ചൊല്ലുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ്. ഇത് രാവിലെ 100 തവണയും വൈകുന്നേരം 100 തവണയും ചൊല്ലുക എന്ന് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിലും അതിലുള്ള സൂചനയുണ്ട്. എന്താണുള്ളത്? അങ്ങനെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് സംരക്ഷണമുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വൈകുന്നേരം വീണ്ടും ചൊല്ലിയാൽ 100 തവണ, രാവിലെ വരെ പിശാചിൽ നിന്ന് സംരക്ഷണമുണ്ടാകും. അപ്പോൾ രാവിലെയും 100 തവണ, വൈകുന്നേരവും 100 തവണ. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം 100 തവണ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ 100 തവണ ചൊല്ലിയാലുള്ള പ്രതിഫലമാണ് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു, 100 തിന്മകൾ മായ്ക്കപ്പെടുന്നു, പിശാചിൽ നിന്നുള്ള സംരക്ഷണം, ഖിയാമത്ത് നാളിൽ വമ്പിച്ച പ്രതിഫലവും. അപ്പോൾ ഒരു ദിക്ർ ഇതാണ്. അത് നമ്മൾ മറന്നു പോവാതെ 100 തവണ എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അത് വളരെ അഫ്ളലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു ദിക്റാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും, ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറത്തിൻ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിഹി അവനെ സ്തുതിച്ചുകൊണ്ട്, ഇങ്ങനെ 100 മറത്തിൻ 100 തവണ പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും, ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലവുമായി മറ്റാരും വരികയില്ല. ഇല്ല അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി ആ വ്യക്തി പറഞ്ഞതുപോലെ പറയുകയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറയുകയോ ചെയ്ത വ്യക്തികളല്ലാതെ 100 തവണ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വമ്പിച്ച പ്രതിഫലമാണ്, ശ്രേഷ്ഠതയാണ് ഖിയാമത്ത് നാളിലുള്ളത് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു റിവായത്തിലുള്ളത്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറത്തിൻ ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ, ഹുത്തത് ഖതായാഹു ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, ചെറിയ പാപങ്ങൾ. വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ അത് കടലിലെ നുരയോളമുണ്ടെങ്കിലും, കടലിലെ പത, കടലിലെ നുര അതെത്രയാണുള്ളത് നമുക്കറിയില്ല, അത്രയും ഉണ്ടെങ്കിൽ പോലും ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ. അപ്പോൾ ആദ്യം പറഞ്ഞ ഹദീസിലുള്ളത് രാവിലെയും 100 വൈകുന്നേരവും 100. അപ്പോൾ സാധിക്കുന്ന ആളുകൾ രാവിലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറയുക, വൈകുന്നേരവും അങ്ങനെ തന്നെ പറയുക. ഇനി ഈ 2 നേരവും സാധിക്കാത്തവർ ഒരു ദിവസം
100 തവണയെങ്കിലും ഈ ദുആ അല്ലെങ്കിൽ ഈ ദിക്ർ പറയാൻ ശ്രമിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വൃദ്ധയായി, അതുകൊണ്ട് തന്നെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് ചൊല്ലാൻ പറ്റാവുന്ന വമ്പിച്ച പ്രതിഫലമുള്ള ചില ദിക്റുകൾ, ചില ദുആകൾ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖൂലി, നീ പറയണം, അല്ലാഹു അക്ബറു മിഅത മറ, 100 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. അങ്ങനെ 100 തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. അങ്ങനെ 100 തവണ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ്? ഫഹുവ ഖൈറുൽ ലക്കി മിൻ മിഅതി ബദനത്തിൻ മുജല്ലലത്തിൻ മുതഖബ്ബല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വസ്ത്രമെല്ലാം അണിയിക്കപ്പെട്ട യുദ്ധസന്നദ്ധമായ 100 തടിച്ച് കൊഴുത്ത ഒട്ടകത്തേക്കാൾ നിനക്ക് അത് ഖൈറാണ്. അപ്പോൾ സ്വീകാര്യയോഗ്യമായ തടിച്ചു കൊഴുത്ത യുദ്ധത്തിൻ്റെതായ സന്നാഹങ്ങളെല്ലാമുള്ള 100 ഒട്ടകത്തേക്കാൾ ഖൈറാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അത് 100 തവണ പറഞ്ഞാൽ. അതേപോലെ തന്നെ വഖൂലി, നീ ഇങ്ങനെ പറയുക, അൽഹംദുലില്ലാഹി മിഅത മറ, അൽഹംദുലില്ലാ എന്ന് 100 തവണ പറയുക. ഫഇന്നഹു ഖൈറുൽ ലക്കി മിൻ മിഅതി ഫറസിൻ മുസ്റജത്തിൻ മുൽജമത്തിൻ ഹമൽതീഹാ ഫീ സബീലില്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ 100 കുതിരകളെ, യുദ്ധസന്നദ്ധമായ കടിഞ്ഞാണിട്ട ഇരിക്കാനുള്ള ഇരിപ്പിടമെല്ലാം തയ്യാറാക്കപ്പെട്ട 100 കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്, സദഖയായി നൽകുന്നതിന് എത്രയാണോ പ്രതിഫലം, അതിനേക്കാൾ ഖൈറാണ് അൽഹംദുലില്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ. വീണ്ടും പറഞ്ഞു, വഖൂലി സുബ്ഹാനല്ലാഹി മിഅത മറത്തിൻ, സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറയുക. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ്. നേരത്തെ പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിനാണ്. അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്? ഹുവ ഖൈറുൽ ലക്കി മിൻ മിഅതി റഖബത്തിൻ മിൻ ബനി ഇസ്മാഈല തുതിഖീനഹുന്ന. ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ്. നോക്കൂ, സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ്. വീണ്ടും പറഞ്ഞു, വഖൂലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നീ മിഅത മറ 100 തവണ പറയുക. ലാ തദറു ദംബൻ വലാ യസ്ബിഖുൽ അമലു. അങ്ങനെ നീ ചൊല്ലിയാൽ ഒരു പാപവും പിന്നീട് നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുകയില്ല. മാത്രമല്ല ഒരു അമലും ഈ ഒരു അമലിനെ മറികടക്കുകയില്ല. അത്രയും ശ്രേഷ്ഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ. ഇതേ ഹദീസ് നമുക്ക് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിൽ നമുക്ക് വീണ്ടും കാണാം. അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തുകൂടി നടന്നു പോയപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നി ഖദ് കബിർതു വ ലഉഫ്തു, ഞാൻ വൃദ്ധയായി അല്ലെങ്കിൽ ദുർബലയായിരിക്കുന്നു, അതുകൊണ്ട് ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമല് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ബിഹില്ലാഹ മിഅത തസ്ബീഹ, 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫഇന്നഹാ തഅദിലു ലക്കി മിഅതി റഖബത്തിൻ തുതിഖീനഹാ മിൻ വലദി ഇസ്മായിൽ. ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ. വഹ്മദില്ലാഹ മിഅത തഹ്മീദ, അൽഹംദുലില്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ തഅദിലു ലക മിഅത ഫറസിൻ മുസ്റജത്തിൻ മുൽജമ തഹ്മലീന അലൈഹാ ഫീ സബീലില്ലാഹ്. 100 കുതിരകളെ, യുദ്ധസന്നദ്ധമായ കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് തുല്യമാണ്. അതേപോലെ തന്നെ വീണ്ടും പറഞ്ഞു, വകബ്ബിരില്ലാഹ മിഅത തക്ബീറ, അല്ലാഹു അക്ബർ എന്ന് 100 തവണ പറഞ്ഞാൽ ഫഇന്നഹാ തഅദിലു ലക്കി മിഅത ബദനത്തിൻ മുഖല്ലദത്തിൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന തടിച്ചു കൊഴുത്ത 100 ഒട്ടകത്തെ, കഴുത്തിൽ അടയാളം വെച്ചിട്ടുള്ള ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് തുല്യമാണ്. വഹല്ലിലില്ലാഹ മിഅത തഹ്ലീല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി പറയുന്നു, ഇബ്നു ഖലഫ് പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ തംല ഉമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾ മുഴുവൻ പ്രതിഫലം കൊണ്ട് നിറയും. വലാ യുർഫഉ യൗമൈദിൻ ലി അഹദിൻ മിസ്ലു അമലിക് ഇല്ലാ അൻ യഅതിയ ബിമിസ്ലി മാ അതൈത ബിഹി. ആകാശവും ഭൂമിയും പ്രതിഫലം കൊണ്ട് നിറയുമെന്ന് മാത്രമല്ല,
നീ ചെയ്തതുപോലെ ചെയ്യാത്ത ഒരാൾക്കും അമലിൽ നിൻ്റെ അടുക്കലെത്താനോ അത്തരമൊരു അമൽ നിൻ്റെ അടുക്കൽ നിന്ന് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നൊരവസ്ഥ, ആ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാവുകയില്ല. അത്രയും ശ്രേഷ്ഠത അതിനുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഹദീസ് ഇത് ഹസനായ ഹദീസാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ, അൽഹംദുലില്ലാ എന്ന് 100 തവണ, അല്ലാഹു അക്ബർ എന്ന് 100 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ ചൊല്ലുക. ഈ പറയപ്പെട്ട പ്രതിഫലമെല്ലാം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ അസ്സ വജൽ വഅതൂബു ഇലൈഹി കുല്ല യൗമിൻ 100 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും 100 തവണ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് പറയുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു, വഅതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ദുആ ചെയ്ത രീതി വേറെ ചില ഹദീസിൽ നമുക്ക് കാണാം. അധികവും ളുഹാ നമസ്കാരത്തിന് ശേഷം, ശ്രദ്ധിക്കുക, അധികവും ളുഹാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണ ഈ ദുആ നിർവഹിച്ചിരുന്നു. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക, അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, വ അതൂബു ഇലൈഹി, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു, ഇന്നക അൻത തവ്വാബുർ റഹീം, നിശ്ചയം നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണ പറയാറുണ്ട്. ഓരോ മജ്ലിസിലും ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ 100 തവണ ഇസ്തിഗ്ഫാർ നടത്തൽ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമായി അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് ഇന്നക അൻത തവ്വാബുർ റഹീം, അല്ലെങ്കിൽ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് 100 തവണ പറയൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ളുഹാ നമസ്കാരത്തിന് ശേഷം ചൊല്ലുകയാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് ഇത് 100 തവണ ചൊല്ലുക. അതേപോലെ നേരത്തെ പറഞ്ഞ ദിക്റുകളും. അതേപോലെ തന്നെ 100 തികച്ചുകൊണ്ട് വേറെ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദിക്ർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് 5 വഖ്ത് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സബ്ബഹല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 33, എല്ലാ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും ആരെങ്കിലും 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, വഹമിദല്ലാഹ 33, അൽഹംദുലില്ലാ എന്ന് 33 തവണ പറഞ്ഞു, വകബ്ബറല്ലാഹ 33, 33 തവണ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞു, ഫതിൽക 99, അപ്പോൾ അത് 99ആയി. സുമ്മ ഖാല തമാമുൽ മിഅ, പിന്നീട് 100 തികച്ചുകൊണ്ട് ഇങ്ങനെ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് അത് 100 തികച്ചാൽ ഗുഫിറ ലഹു ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഈ ദിക്റുകൾ 100 തികയ്ക്കുക. 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ 33 തവണ, അല്ലാഹു അക്ബർ 33 തവണ, അങ്ങനെ 99. പിന്നെ അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 100ആയി. അങ്ങനെ 5 നേരം 100 തവണ ചൊല്ലിയാൽ 500 വമ്പിച്ച പ്രതിഫലമാണ് അതിനെല്ലാം ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ 6ാമത്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇദാ അവൈത ഇലാ മൽജഇക തുസബ്ബിഹുല്ലാഹ വതുകബ്ബിറുഹു വതഹ്മുദുഹു 100 മറ. നീ നിൻ്റെ വിരിപ്പിലേക്ക്, ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തുസബ്ബിഹുല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, വതുകബ്ബിറുഹു, അല്ലാഹു അക്ബർ എന്ന് പറയുക, വതഹ്മുദുഹു, അതേപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുക. എത്ര തവണ? 100 മറ, എല്ലാം കൂടി 100 തവണ. ഇത് മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാ എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 34 തവണ. അപ്പോൾ 100ആയി. 33, 33, 34 എണ്ണം 100ആയി. ഇങ്ങനെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഓരോന്നിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്
1000 പ്രതിഫലമാണ് അതിന് ലഭിക്കുന്നത് എന്നാണ്. അങ്ങനെ 100 തവണ ചൊല്ലിയാൽ 100 × 10 1000 പ്രതിഫലം ലഭിക്കുന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദിക്റുകൾ ഇപ്രകാരം 100 തവണ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് സഫീൻ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പോലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല, അതിൻ്റെ പ്രാധാന്യം കൊണ്ടും അതിൻ്റെ പൗരുഷ കൊണ്ടും. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 100 തവണ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ. അതേപോലെ തന്നെ ഓരോ 5 വക്ത് നമസ്കാരത്തിന് ശേഷവും 100 തവണ. പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ഓരോന്നും വേറെ വേറെ തന്നെ 100 തവണ. അതിൻ്റെ വമ്പിച്ച പ്രതിഫലം ഇവിടെ വിശദീകരിച്ചു. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന ഇസ്തിഗ്ഫാർ 100 തവണ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നത് രാവിലെയും വൈകുന്നേരവും 100 തവണ വീതം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതും 100 തവണ. അത് രാവിലെയും വൈകുന്നേരവുമായാൽ ഏറെ ശ്രേഷ്ഠകരം. അതേപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും 100 തവണ, ഏതെങ്കിലും ഒരു നേരത്ത് 100 തവണ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹിയും അങ്ങനെ തന്നെ, ഏതെങ്കിലും ഒരു നേരത്ത് 100 തവണ. എല്ലാറ്റിനും വമ്പിച്ച പ്രതിഫലമാണ്. മീസാനിൽ ഒരുപാട് ഘനം തൂങ്ങുന്നതാണ്. പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുന്നതാണ്. ഒട്ടകത്തെയും കുതിരയെയും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ, അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം അതിനുണ്ട്. പിശാചിൽ നിന്നുള്ള കാവലുണ്ട്. ഇഹത്തിലും പരത്തിലും ഒരുപാട് ഖൈറാത്തുകളും ബറക്കാത്തുകളും ഈ അദ്കാറുകൾ വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ആ നിലക്ക് ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക, അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.